ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് മൈൻക്രാഫ്റ്റിൽ ഒരു ഓട്ടോമാറ്റിക് സ്മെൽട്ടർ ഉണ്ടാക്കണം. ഗൈസ് നമുക്കൊരു ഓട്ടോമാറ്റിക് സ്മെൽട്ടർ ഉണ്ടാക്കണം. ഗൈസ് അതിന് വേണ്ടിയുള്ള റിസോഴ്സ് നമുക്ക് ആദ്യം ഗ്യാദർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം തോന്നുന്നു വീഡിയോ ഇടാതിരുന്നിട്ട് കുറച്ചൊന്ന് ലേറ്റായി ഗൈസ് വീഡിയോ ഇടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് സ്മെൽട്ടർ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഗ്യാദർ ചെയ്തെടുക്കാം. ഗൈസ് അപ്പം എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് പ്ലേ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. ബെല്ലൈക്കൺ ഒന്ന് ആളിടുക, എന്നാൽ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഞാൻ അടുത്ത ലെറ്റ്സ് പ്ലേ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആളിടാം. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല, കാണുന്നുണ്ട് അത്യാവശ്യം ആൾക്കാർ, പക്ഷെ നല്ല ലൈക്ക് ചെയ്യുന്നില്ല. നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് പ്ലേ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഓട്ടോമാറ്റിക് സ്മെൽട്ടർ ഉണ്ടാക്കാം. ഗൈസ് നമുക്ക് ആദ്യം കുറച്ച് റിസോഴ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാം. നമുക്കൊരു 32 ചെസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിനാദ്യം 32 ചെസ്റ്റിനുള്ള ഇല്ല ഫുഡ് നോക്കട്ടെ, എന്തുണ്ടോ. ഫുഡ് കുറച്ച് ഫുഡുണ്ട്. ഇതുകൊണ്ട് ഇതെടുക്കാം. 32 ചെസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. 32 ചെസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഹോപ്പർ ഉണ്ടാക്കിയെടുക്കാം. കുറച്ചാണ് ഇങ്ങോട്ട് എടുക്കുക. നമുക്കൊരു 26 ഹോപ്പർ ഉണ്ടാക്കണം. 26 ഹോപ്പർ. നമുക്കൊരു 26 ഹോപ്പർ ഉണ്ടാക്കിയെടുക്കണം. അയ്യോ, എന്ത് പരിപാടി ഞാൻ കാണിച്ച് 32 എണ്ണം ഉണ്ടാക്കി. അബദ്ധം ആർക്കും പറ്റും ഗൈസ്. 26 എണ്ണം കയ്യിരിക്കട്ടെ. എനിക്ക് എന്തോ കാണിച്ച ഞാൻ 6 ഹോപ്പർ വെറുതെ ഇതിനകത്തിരിക്കട്ടെ. 6 ചെസ്റ്റിനും കൂടെ ആവശ്യമുണ്ട്. 3 ചെസ്റ്റ് എൻ്റെ ഇൻവെൻറ്ററിയിലുണ്ട്. അതൊക്കെ ഒരു 3 ചെസ്റ്റും കൂടെ ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും ഗൈസ് ഹോപ്പർ ആവശ്യം വരും. നമ്മളിനി എന്തെങ്കിലും വേറെ ഫാമൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ഹോപ്പർ ആവശ്യം വരും. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 6 ചെസ്റ്റ് ഇരിക്കട്ടെ ഇതിനകത്ത്. ഗൈസ് നമുക്ക് ഒരു 2 മൈൻ കാട്ട് ഉണ്ടാക്കിയെടുക്കണം. അതും ഉണ്ടാക്കിയെടുക്കാം. 2 മൈൻ കാട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഗൈസ് ഇത് നമുക്ക് 2 ഹോപ്പർ ഇങ്ങെടുക്കാം. 2 ഹോപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഹോപ്പർ വിത്ത് മൈൻകാർട്ട് ഉണ്ടാക്കിയെടുക്കണം. മൈൻകാർട്ട് വിത്ത് ഹോപ്പർ, സോറി അങ്ങ് തിരിച്ചായിരുന്നു. മൈൻകാർട്ട് വിത്ത് ഹോപ്പർ അതൊരു 2 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, 2 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മൈൻകാർട്ട് വിത്ത് ഹോപ്പർ. പവേർഡ് റെയിൽ 9 എണ്ണം മതി. ലിവർ ഒരെണ്ണം വേണം. പിന്നെ 35 റെയില് അത്ര ഇരിക്കട്ടെ. ഗൈസ് ഓട്ടോമാറ്റിക് സ്മെൽട്ടർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതൊട്ട് ഫർണസ് ഉണ്ടാക്കിയില്ല. എന്തൊരു പരിപാടിയല്ലേ. നമുക്ക് കുറച്ച് ഫർണസ് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. ഫർണസ് ഞാൻ ഉണ്ടാക്കിയില്ല ഗൈസ്. ഓട്ടോമാറ്റിക് സ്മെൽട്ടർ ഉണ്ടാക്കാമെന്ന് ഫർണസ് ഉണ്ടാക്കിയെടുത്തില്ല. നമുക്കൊരു 8 ഫർണസ് മതി. ഞാൻ 8 ഫർണസിൻ്റെ സംഭവമാണ് ഉണ്ടാക്കിയെടുക്കുക ഉദ്ദേശിക്കുന്നത്. 8 ഫർണസ്. ബാക്കി കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സിൻ്റെ ആവശ്യമുണ്ട്. ഗൈസ് നമുക്ക് ഐറ്റം ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. അതിന് നമുക്ക് എത്ര ഐറ്റം ഫ്രെയിം വേണം? ഒരു 4 ഐറ്റം ഫ്രെയിമിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ സ്റ്റിക്കും ഇല്ല. സ്റ്റിക്ക് ഉണ്ടോ? കുറച്ച് വുഡിരിപ്പുണ്ട്, അതിനെ സ്റ്റിക്കാക്കാം. ഓക്കെ, എൻ്റെ ഇത് ഇരുന്നിട്ടാ വുഡ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, ഞാൻ കണ്ടില്ല. നമുക്കൊരു 4 ഐറ്റം ഫ്രെയിം ഉണ്ടാക്കിയിടണം. 4 ഐറ്റം ഫ്രെയിമിനുണ്ടോ? 4 ഐറ്റം ഫ്രെയിം അതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് റെസ്റ്റോൺ എടുത്തിട്ട് നമുക്ക് 2 റെസ്റ്റോൺ ബ്ലോക്ക് ഉണ്ടാക്കിയെടുക്കണം. 2 റെസ്റ്റോൺ ബ്ലോക്ക് അതും ആവശ്യമുണ്ട്. പണിക്ക് വേണ്ട എല്ലാ സാധനമായിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയ പോലെ അങ്ങോട്ട് കുറച്ച് കുഴിച്ചിട്ട് നമ്മളിതുപോലെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഗൈസ് നമ്മൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ റൂം പോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഓട്ടോമാറ്റിക് സ്മെൽട്ടറോടെ പണിയാം. ഇവിടെ ആയിട്ട് 2 ചെസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഒരു 8 ഹോപ്പർ 1 2 3 4 5 8. ഓക്കെ ഗൈസ്, 8 ഹോപ്പർ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിൻ്റെ മേളിലായിട്ട് നമുക്ക് ഫർണസ് വെക്കാം. അതും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിൻ്റെ മേളിനി നമ്മൾ ഫർണസ് വെക്കണം. അല്ല, ഫർണസ് അല്ല, ഹോപ്പർ. നമുക്ക് ഈ ഫർണസിൻ്റെ മേളിൽ നമുക്കിനി ഹോപ്പർ വെക്കണം. ഗൈസ് അതും വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഫർണസിൻ്റെ ബാക്ക് സൈഡിൽ ഹോപ്പർ വെക്കണം. അതും വെക്കാം ഗൈസ്. അങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ഹോപ്പറെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് വെക്കണം. അതിന് നമ്മൾ
ഈ മേളിലിരിക്കുന്ന ഹോപ്പറിൽ നിന്ന് നമ്മളൊരു 3 ബ്ലോക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 4ാമത്തെ ബ്ലോക്കും കൂടെ വെച്ചിട്ട് നമുക്കതിൻ്റെ മേലോട്ടൊന്ന് കയറേണ്ടിട്ട് വരും. ഇവിടെ ഒരു ബ്ലോക്ക് കാണാം. എന്നുവെച്ചാൽ ഇവിടെ ഒരു 3 ബ്ലോക്ക് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ താഴോട്ട് ഇറങ്ങട്ടെ. ഗൈസ്, ഈ താഴത്തെ ഹോപ്പറിൽ നമ്മൾ 2 ബ്ലോക്ക് വെച്ചാൽ മതി. എന്നിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ ഒരു ബ്ലോക്ക്. എന്നുവെച്ചാൽ ഇവിടെ നിൽക്കുന്നത് 2 ബ്ലോക്ക് മേളിൽ നിന്ന് കാണിച്ചാൽ 2. ഇവിടെ 1 2 3, ഇവിടെ 1 2. ഓക്കെ ഗൈസ്, ഇതേ സംഭവം തന്നെ നമുക്ക് അപ്പർ സൈഡിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഗൈസ്, അപ്പുറത്ത് ഇതുപോലെ ഇങ്ങനെ ഭിത്തി പോലെ ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിൻ്റെ മേളിൽ റെയിൽ വെക്കണം. നമ്മൾ ഇതിൻ്റെ മേളിൽ റെയിൽ വെക്കണം. ഇവിടെ ആയിട്ട് 2 പവേർഡ് റെയിൽ വെക്കാം. ഇവിടെ ആയിട്ട് സാധാ റെയിൽ ഓടിക്കാം. ഇവിടെ ആയിട്ടും 2 പവേർഡ് റെയിൽ. ഇവിടെ അത് കണക്റ്റ് ആവും. അയ്യോ, ഗൈസ്, അങ്ങനെ കണക്റ്റ് ആവാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഗൈസ് ഇങ്ങനെ കണക്റ്റ് ആവാതിരിക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടെ റെയിൽ വെക്കണം, എന്നിട്ട് ഇവിടെ റെയിൽ വെച്ചാൽ മതി. കണ്ടോ, അതും കണക്റ്റ് ആയിക്കോളും. നമുക്ക് ഇതിന് അങ്ങോട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ റെയിൽ വെച്ചാൽ ഇവിടെ റെയിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇവിടെ റെയിൽ വെക്കാം. ഗൈസ്, അത് ഓക്കെ ആയിട്ടുണ്ട്. ഗൈസ്, ഇവിടെ 2 പവർ ലൈനും കൂടെ വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഇതിൻ്റെ സെൻറ്ററിലോട്ട് വരണം. ഈ റെയിലിൻ്റെ സെൻറ്റർ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇതിൻ്റെ സെൻറ്റർ എനിക്കൊന്ന് ഇതാന്ന് തോന്നുന്നു. ഇതും പൊട്ടിക്കുക, ഇതും പൊട്ടിക്കുക. ഇവിടെ 2 ഇടത്ത് 2 പവർ റെയിലും കൂടെ വെക്കണം. എന്നിട്ട് നമ്മൾ റെസ്റ്റോൺ ബ്ലോക്ക് എടുക്കണം, നമ്മുടെ റെസ്റ്റോൺ ബ്ലോക്ക്. എന്നിട്ട് ഈ താഴെ ഇരിക്കുന്ന റെയിലിൻ്റെ റെയിലിൻ്റെ ഇവിടെ ബ്ലോക്ക് വേണം. ഓക്കെ, അത് 2 പവറാകും ഗൈസ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 2 പവറാകും. ഇവിടെ ആയിട്ട് അതുപോലെ ചെയ്തെടുക്കണം. ഈ സൈഡിൽ ഇവിടെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, അതെല്ലാം പവറാകും. ഓക്കെ ഗൈസ്, അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ പവറാക്കുന്ന നമ്മൾ ലിവർ ഉപയോഗിച്ചാണ് നമ്മളത് താഴെ ഏരിയ തന്നെ ആക്കണം. നമ്മൾ ഇവിടെ ആയിട്ട് വെച്ചിട്ട് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പവറാവോ നോക്കാം. ഇത് പവറായിട്ടുണ്ട്. മേളിലത്തെ അതും പവറായിട്ടുണ്ട്. ഓക്കെ, അത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അത് വർക്കാണ്. നോ സീൻ. ഈ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് നമുക്ക് ഇവിടെ സാധാരണ ബ്ലോക്ക് വെക്കാം. ഇത് എനിക്ക് ഞാൻ ചെയ്തതിനകത്ത് എന്തോ തെറ്റിപ്പോയതാണ്. നോ സീൻ. ഇതൊന്ന് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് ഈ ലിവർ ഇവിടുന്ന് മാറ്റിയിട്ട് പൊട്ടിച്ച് മാറ്റിയിട്ട് ലിവർ വെക്കാം. എന്നിട്ട് ഓണാക്കി കഴിഞ്ഞാൽ 2 പവറാവില്ല. യെസ്, 2 പവറാവും, ഒരു പ്രശ്നമില്ല. എന്നിട്ട് നമുക്ക് ഇവിടെ വെക്കാം. നോ സീൻ. അയ്യോ, വേണ്ട വെറുതെ ചുമ്മാ കാണിക്കണ്ട. ഓക്കെ ഗൈസ്, അങ്ങനെ അത്യാവശ്യം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മേളിൽ ചെസ്റ്റ് വെക്കണം, അതും കൂടെ ചെയ്യാം. സ്ലാബ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ചെസ്റ്റ് തുറക്കാൻ പറ്റും. ചെസ്റ്റ് വെക്കുക, തുറക്കാമല്ലോ. ഇവിടെയും കൂടെ സ്ലാബ് വെക്കണം, അത് വെച്ചില്ല. അത് നമുക്ക് അത് വെച്ചിട്ടുണ്ട്. തുറക്കാമല്ലോ, തുറക്കാൻ പറ്റുന്നുണ്ട്. ചെസ്റ്റ് വെച്ച് ഓക്കെ, ചെസ്റ്റും വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ ലിവർ അങ്ങ് ഓഫാക്കാം. മൈൻകാർട്ട് വിത്ത് ഹോപ്പർ വെക്കാം. ഇവിടെ വെച്ചു, താഴെ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓടിച്ച് നോക്കാം ഗൈസ്. 2 ഓടുന്നുണ്ട്. പ്രശ്നമില്ലല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. കുറച്ചായിരുന്നു അങ്ങനെ ഓടിച്ച് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ ഗൈസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. ഇല്ല, എല്ലാം പക്കാ പെർഫെക്റ്റാണ്. ഇതിങ്ങനെ തങ്ങി നിൽക്കുന്നേ. വലിയ പ്രശ്നമൊന്നുമില്ല. ഐറ്റം ഫ്രെയിം വെക്കണം. ഇവിടെ നമുക്ക് ഐറ്റം ഫ്രെയിം ഇരിക്കട്ടെ. ഇവിടെ അല്ലല്ലോ, പിടിച്ചോളാം. ഇവിടെ ഒരു ഐറ്റം ഫ്രെയിം, പിന്നെ ഇവിടെ 2 ഐറ്റം ഫ്രെയിം വേണം. അതിനാണ് ഞാൻ പറയാം. ഈ ചെസ്റ്റിനകത്ത് നമുക്ക് ഈ മെൽറ്റ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ വെക്കേണ്ടതാണ്. ഓക്കെ, ഈ അയൺ ഡോറ് അല്ലെങ്കിൽ നമ്മൾ ഈ കുക്കഡ് അല്ലാത്ത ഈ ബീഫ് അല്ലെങ്കിൽ മട്ടണൊക്കെ ഉള്ളത്. ഈ ബാക്കത്തെ ചെസ്റ്റിനകത്ത് നമുക്ക് ഈ ഫ്യൂവലാണ് വെക്കേണ്ടത്. കോള് ഒക്കെയാണ് വെക്കേണ്ടത്. നമുക്ക് ഈ ചെസ്റ്റിനകത്താണ് നമുക്ക് കിട്ടുന്ന സാധനം, റോ ആയിട്ടുള്ള നമുക്ക് കുക്കഡായിട്ടുള്ള കിട്ടുന്നത്. നമുക്ക് കുക്കഡായുള്ള ഫുഡ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അയൺ വെക്കാം, അയണം കിട്ടും. അതിന് വേണ്ടിയാണ് ഞാൻ ഈ 2 ഐറ്റം ഫ്രെയിം എടുത്തേക്കുന്നത്.
ഗൈസ് നമുക്കൊന്ന് നോക്കാം ഗൈസ്, ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ വെക്കേണ്ട മെൽറ്റ് ചെയ്യാണ്ട് കിട്ടേണ്ട സാധനം ഇപ്പുറത്ത് നമ്മുടെ ബാക്കിലത്തെ ചെസ്റ്റിനകത്തോട്ട് നമുക്ക് ഫ്യൂലും കൂടെ വെക്കാം. അതും വെച്ചിട്ടുണ്ട്. ഓണാകാം ഗൈസ്. ഓണാക്കിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇടയ്ക്കത്തെ ചെസ്റ്റിനകത്ത് എന്താ പറ്റി? അയ്യോ ഗൈസ്, ഇടയ്ക്കത്തെ ചെസ്റ്റിനകത്ത് ഞാൻ മുമ്പേ നടുക്കത്തെ റെയിൽ പൊട്ടിച്ചായിരുന്നു ഗൈസ്. അപ്പോൾ നടുക്കത്തെ റെയിൽ പൊട്ടിച്ചപ്പം അത് ഈ ഹോപ്പർ പിക്ക് ചെയ്ത് അത് ഈ ഫർണസിനകത്ത് വിടുകയാണ്. അതുകൊണ്ടാണ് അവിടെ ലൈറ്റ് കത്താഞ്ഞ് ഗൈസ്. വർക്കിംഗ് ആണെന്നാണ് തോന്നുന്നത്. എല്ലാം ലൈറ്റ് കത്തിയിട്ടുണ്ട്. നോ സീൻ തുറന്ന് നോക്കണം. ഇപ്പോൾ തുറന്ന് നോക്കിയാൽ 15, 16, 18, 19 ഗൈസ്. ഫാസ്റ്റ് ഭയങ്കര ഫാസ്റ്റാണ് ഇവിടെ ഗൈസ്. 2 മിനിറ്റ് നിന്നാൽ തന്നെ പെട്ടെന്ന് നമുക്ക് കുക്കഡായിട്ട് കിട്ടും. 2 മിനിറ്റ് നിന്നാൽ മതി, നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. നമുക്ക് 41 വെക്കാം. ഇതിനകത്തോട്ട് നമ്മുടെ ഫ്യൂവലെല്ലാം കൂടെ വെക്കാം. ഇതിൽ കുറേ സ്റ്റാക്ക് കിടക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഓണാക്കിയപ്പം എല്ലാം സോർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് 2 മിനിറ്റ് ഇവിടെ നിന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ എല്ലാം മെൽറ്റായി വീണിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം, വേണം ചെക്ക് ചെയ്യാൻ നോക്കാം. ഗൈസ്, അങ്ങനെ നല്ല വർക്കിംഗ് ആണ് സാധനം. ഒരു ബീഫ് അങ്ങ് എടുക്കാം. 61 ബീഫ് ഗൈസ്. ഒരു 2 മിനിറ്റ് നിന്നില്ലെന്ന് തോന്നുന്നു, 1 മിനിറ്റ് അങ്ങനെ നിന്നുള്ളൂ ഗൈസ്. അപ്പോൾ തന്നെ അങ്ങനെ ഓട്ടോമാറ്റിക് സ്മെൽട്ടർ അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു ലെറ്റ്സ് പ്ലേ വീഡിയോ ആയിട്ട് കാണാം. ബൈ.